എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കിന്ന് ഫിറ്റ് ആവുമോ ഹെൽത്തി ആവുമോ അതിന്റെ പാർട്ട് 5 ആണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു ലൂസ് വെയിറ്റ്. ഇപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ലാർജ് എമൗണ്ട് ഓഫ് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കിന്ന് ലൂസ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങള് ഏജ് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രായമാകുമ്പോൾ ഞങ്ങളുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി പോകും, അപ്പോൾ സ്കിന്ന് ലൂസായി വരും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ആ ശരിക്ക് സ്കിന്ന് തൂങ്ങിയിട്ട് കാണും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഞങ്ങള് ചെറിയ ചെറിയ എമൗണ്ട് ഓഫ് വെയിറ്റ് കുറക്കണം. അപ്പോൾ അതിന് ഞങ്ങളെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടും. ലെറ്റ്സ് സേ 1 or 2 kg പെർ വീക്ക് ആണ് ഐഡിയൽ ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ അതോടുകൂടി കാലറി ഡെഫിസിറ്റ്, കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് കാലറി കുറച്ച് കുറക്കണം. മെയിൻ ആയിട്ടുള്ള കാർബ്സ് കുറക്കണം. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ മസിലിന്റെ സൈസ് കൂടും. അപ്പൊ ഞങ്ങൾ മസിൽ ബിൽഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? മസിൽ ബിൽഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ലൂസ് സ്കിൻ അധികം അപ്പിയർ ചെയ്യില്ല. അപ്പോൾ എന്തൊക്കെ കെയർ എടുക്കണ്ടേ? എക്സസൈസ് ചെയ്ത് വെയിറ്റ് ലൂസ് ചെയ്യണോ എന്ന് തോന്നുമ്പോൾ എന്തൊക്കെ കെയർ എടുക്കണ്ടേ എന്നുള്ളത് പറഞ്ഞുതരാം. സ്ട്രെങ്ത് ട്രെയിനിങ് ഞങ്ങൾക്ക് വെയിറ്റ് എടുത്തിട്ടും വെയിറ്റ് എടുക്കാതെയും ചെയ്യാം. അപ്പൊ പക്ഷെ ബെറ്റർ റിസൾട്ട് നമ്മൾ വെയിറ്റ് എടുത്ത് ചെയ്യുമ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലൂസ് സ്കിന്ന് ഞങ്ങൾ അധികം ഉണ്ടാവില്ല. അത് ഒരു ടൈറ്റൻ ആയിട്ട് തന്നെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ലാർജ് എമൗണ്ട് ഓഫ് ഫാറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ എന്തായാലും ലൂസ് സ്കിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറെ ഒന്ന്, നന്നായി വെള്ളം പിടിക്കുക. ഞങ്ങൾ വെയിറ്റ് കുറക്കാന്ന് വിചാരിച്ചോ മസിൽ ബിൽഡ് ചെയ്യാതെ അന്നേരത്തെ സംഭവിക്കാം. അപ്പൊ ആ സ്കിന്നിന്റെ ബോണിന്റെ ഇടയിലുള്ള മാസ് ഉണ്ടല്ലോ അത് പോവും. അപ്പൊ എന്താ ചെയ്യാ? സ്കിന്ന് സാഗ് ചെയ്യും, തൂങ്ങാൻ തുടങ്ങും. പിന്നെ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്മോക്കിങ്ങും ആൽക്കഹോളും അമിതമായ സൺ എക്സ്പോഷറും ഒഴിവാക്കുക. അത് ഞങ്ങളുടെ സ്കിന്നിന്റെ എലാസ്റ്റിറ്റി കുറക്കും. അപ്പോൾ സ്കിന്ന് ലൂസ് ആയി വരും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഹെൽത്ത്.